ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിൻസ് ഫുഡ് കോർട്ട്. ഇന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. റെസിപ്പി എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മഷ്റൂം മസാല അഥവാ കൂൺ വരട്ട്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഞാനിവിടെ 1/2 കിലോ കൂൺ എടുത്തിട്ടുണ്ട്. 10 വലിയ കൂണുകളാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ പറമ്പിൽ നിന്നും പറിച്ചെടുത്ത കൂണാണ്. ഇപ്പോൾ പറിച്ചെടുത്ത് കൊണ്ടുവന്നത് കൊണ്ട് ഇതിൽ നല്ലവണ്ണം മണ്ണ് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കൂൺ പീസായിട്ട് ഇട്ട് കൊടുക്കാം. കൂണിൻ്റെ തണ്ട് കത്തി വെച്ച് നമ്മളൊന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തുള്ള മണ്ണ് വരണ്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഇതും നമുക്ക് പീസായി ഒന്ന് ചെയ്തു കൊടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ കൂണും മുറിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മസാലയ്ക്ക് വേണ്ടി സവാളയ്ക്ക് പകരം ഞാൻ ചെറിയുള്ളിയാണ് എടുക്കുന്നത്. 10 ചെറിയുള്ളിയാണ് എടുക്കുന്നത്. അത് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി ചതക്കാൻ വേണ്ടി 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണവും എടുത്തിട്ടുണ്ട്. അതും ചെറുതായി ഒന്ന് നമുക്ക് മുറിച്ചെടുക്കാം. അത് ചതക്കാനുള്ള ആവശ്യത്തിനുള്ളതാണ്. 3 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ 3 എണ്ണം എടുക്കാം, അല്ലെങ്കിൽ 2 എണ്ണം മതിയാകും. ഇതിന് പുറമെ മുളക് പൊടിയും കുരുമുളകും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് മസാല എരിവ് കൂടിപ്പോകും. അതുകൊണ്ടാണ് പച്ചമുളക് 2 ചെറുത് മതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളകും അതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാലയ്ക്ക് സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. കൂൺ കഴുകി വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ കൂണ് വൃത്തിയാക്കി ഞാനൊരു ഓട്ടപാത്രത്തിൽ എടുത്തിട്ടുണ്ട്. മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്കൊരു ഫ്രൈങ് പാൻ എടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത് ചേർക്കാം. അതൊന്ന് നന്നായി വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. പിന്നീട് നമുക്ക് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർക്കാം. ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത്. പിന്നീട് നമുക്ക് ഇനി മസാലകൾ ആഡ് ചെയ്യാനുള്ള സമയമാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല 1 നുള്ള്, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ് എന്നിവയും ചേർത്ത് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. മസാലയുടെ പച്ചമണം മാറി വന്നതിന് ശേഷം നമ്മുടെ താരമായ കൂൺ ചേർത്ത് കൊടുക്കാം. കൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് താഴെ നിന്നും മുകളിലേക്കാണ് ഇളക്കേണ്ടത്. എന്നാലേ നമ്മുടെ കൂണിനൊക്കെ നല്ല മസാല പിടിക്കുകയുള്ളൂ. നമ്മൾ ആകെ കൂട്ടി ഇളക്കി കൊടുത്താൽ കൂണിൻ്റെ മസാല എല്ലാറ്റിനും ഒരുപോലെ പിടിക്കുകയില്ല. അതുകൊണ്ടാണ് അടിയിൽ നിന്നും മസാല പിടിക്കുന്ന വിധം നമ്മൾ കുറേശ്ശെയായിട്ട് ഇളക്കി മുകളിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കൂണിൽ മസാലയൊക്കെ പിടിച്ച് നല്ലവണ്ണം മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. കൂൺ വേവിക്കാൻ ആവശ്യമായ 1/4 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് ഇത് പാത്രം വെച്ചൊന്ന് മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റാണ് നമ്മൾ കൂൺ വേവിക്കാനായ സമയം എടുക്കുന്നത്. 2 മിനിറ്റ് തിളക്കോളം മീഡിയം ഫ്ലെയിമിലാണ് അത് വെക്കേണ്ടത്. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അങ്ങനെ 5 മിനിറ്റിന് ശേഷം നമ്മുടെ കൂൺ മസാല റെഡി ആയിട്ടുണ്ട്. കൂണിൽ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ മറ്റു കൂട്ടാനുകളുടെയും കറികളുടെയും ആവശ്യമില്ല. നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ഒരു കിഡിലൻ റെസിപ്പി വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. കാത്തിരിക്കുക.